റെഡി ടു വിൻ മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഹരിജി കുമാർ. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് മാത്സിലെ PSCക്ക് UPSCക്ക് ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അംശബന്ധവും അനുപാതവും. അംശബന്ധവും അനുപാതവും എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അംശബന്ധവും അനുപാതവും ടോപ്പിക്ക് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് അംശബന്ധമെന്നും എന്താണ് അനുപാതമെന്നും അറിയണം. അംശബന്ധവും അനുപാതവും തമ്മിൽ ലിങ്ക്ഡ് ആണ്, രണ്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അംശബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഈ രണ്ട് കാര്യങ്ങൾ. പക്ഷെ നമ്മൾ ഡയറക്റ്റായിട്ടല്ല ഉപയോഗിക്കുന്നത്, നമ്മൾ ഇൻഡയറക്റ്റായിട്ട് ഈ വസ്തുത നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അംശബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ അതിലധികമോ വസ്തുതകൾ തമ്മിലുള്ള കമ്പാരിസന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അംശബന്ധം എന്ന് പറയുന്നത്. രണ്ടോ അതിലധികമോ വസ്തുതകൾ തമ്മിലുള്ള കമ്പാരിസന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അംശബന്ധം ഉപയോഗിക്കും. അപ്പോൾ നമുക്കറിയാം നിത്യജീവിതത്തിൽ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ വീട്ടിൽ അടുക്കള തന്നെ എടുത്തു കഴിഞ്ഞാൽ അടുക്കളയിൽ ഇഡ്ഡലി ഉണ്ടാക്കുന്നു. ഇഡ്ഡലി ഉണ്ടാക്കാൻ നേരം നമ്മൾ ചേർക്കുന്നത് പച്ചരിയും ഉഴുന്നുമാണ്. അപ്പം 4 കപ്പ് പച്ചരിക്ക് 2 കപ്പ് ഉഴുന്ന് ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ 4 കപ്പ് പച്ചരിക്ക് 2 കപ്പ് ഉഴുന്ന് ഉപയോഗിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത്, അംശബന്ധം എന്ന് പറയുന്നത്. അപ്പം നേരം 4 കപ്പ് ഉഴുന്ന്, 4 കപ്പ് പച്ചരി, അതിന് 2 കപ്പ് ഉഴുന്ന്. പറഞ്ഞ മനസ്സിലായല്ലോ എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരിയും കൂടെ ചെറുതാക്കും. അപ്പോൾ 4 കപ്പ് പച്ചരി, 2 കപ്പ് ഉഴുന്ന്, ഇങ്ങനെയാണ് നമ്മൾ ഇടുന്നത്. അത് നമ്മൾ ഇച്ചിരി കൂടെ ചെറുതാക്കുമ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ ആൾക്കാരുടെ എണ്ണ ശകലമായിട്ട് കുറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 കപ്പ് പച്ചരി, 1 കപ്പ് ഉഴുന്ന്. അപ്പോൾ ഇങ്ങനെ 2 വസ്തുതകൾ, അതായത് പച്ചരിയും ഉഴുന്നും തമ്മിലുള്ള വസ്തുത കമ്പാരിസൺ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ ഒരു സംഖ്യ ഉണ്ടാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ഈ ബന്ധത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അംശബന്ധം എന്ന് പറയുന്നത്. 2:1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പച്ചരിയും ഉഴുന്നും ചേർക്കുന്ന അംശബന്ധം 2:1 ആണ്. ഇത് നമ്മൾ ഡെയിലി നിത്യജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ, കറിക്ക് ഉപ്പ് ചേർക്കുന്നതും അതേ കണക്കുള്ള കാര്യങ്ങളെല്ലാം അംശബന്ധം വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇത് ആൾക്കാർ കൂടുന്നതനുസരിച്ച് ഈ റേഷ്യോ മാറ്റം വന്നുകൊണ്ടിരിക്കും. പറഞ്ഞു മനസ്സിലായി എന്ന് പറഞ്ഞാൽ 2 വസ്തുതകൾ തമ്മിലുള്ള കമ്പാരിസന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അംശബന്ധം. 2 വസ്തുതകൾ തമ്മിലുള്ള കമ്പാരിസന് വേണ്ടിയാണ് അംശബന്ധം ഉപയോഗിക്കുന്നത്. 2ഓ അതിലധികമോ ആകാം. അപ്പോൾ 2ഓ അതിലധികമോ വസ്തുക്കൾ തമ്മിലുള്ള കമ്പാരിസന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇപ്പോൾ സംഖ്യാപരമായിട്ട് പറയണം, ആ 2 വസ്തുക്കൾ എന്ത് പറയുക, സംഖ്യാപരമായിട്ട് പറയും. ഇനി ഇതാണ്ട് ശ്രദ്ധിച്ച് അംശബന്ധം. ഇനി ഈ അംശബന്ധമായിട്ട് തന്നെ കണക്റ്റഡ് ആയിട്ടുള്ളതാണ് അനുപാതം എന്ന് പറയുന്നത്. അംശബന്ധമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതാണ് അനുപാതം എന്ന് പറയുന്നത്. തുല്യമായിട്ടുള്ള അംശബന്ധത്തിലുള്ള വസ്തുതകളെ നമുക്ക് എന്തെന്ന് പറയാം, അനുപാതത്തിലാണെന്ന് പറയാം. തുല്യമായ അംശബന്ധത്തിലുള്ള വസ്തുതകളെ നമുക്ക് എന്തെന്ന് പറയാം, അനുപാതം. ഇപ്പം 2 പറയാം. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കി, 4 കപ്പ് എന്താണ്, 4 കപ്പ് പച്ചരിക്ക് 2 കപ്പ് ഉഴുന്ന്, 2 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ഉഴുന്ന്. ഈ 2 വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത് അല്ലേ, 2 വ്യത്യസ്തം. 2ൻ്റെയും അകത്തും വരുന്ന അംശബന്ധം എന്ത് തന്നെ. അപ്പം അംശബന്ധം എന്ന് പറയുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ് അംശബന്ധം എന്ന് പറയുന്നത്. റേഷ്യോ എന്ന് പറയുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ്. ആ സിംപ്ലസ്റ്റ് ഫോമിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഉണ്ടായതാണ് ഇതിൻ്റെയും റേഷ്യോ എന്നാണ്. നോക്കി 2 സിംപ്ലിഫൈ ആണ്, 4നെ 2 കൊണ്ട് സിംപ്ലിഫൈ 2 1. അപ്പോൾ ഇവിടുത്തെ റേഷ്യോ എത്ര, 2:1 തന്നെ. കണ്ടോ? അപ്പോൾ ഇവിടെ എന്ത് ഈക്വൽ ആണ്, റേഷ്യോസ് ഈക്വൽ ആണ്. റേഷ്യോസ് ഈക്വൽ, അതായത് അംശബന്ധം തുല്യമായി വരുന്ന വസ്തുതകളെ നമുക്ക് അനുപാതമാണെന്ന് പറയാം, പ്രപ്പോർഷൻ ആണെന്ന് പറയാം. പറഞ്ഞു മനസ്സിലായല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ 2 അതിലധികമോ വസ്തുതകൾ നമ്മൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് എന്തെന്ന് പറയുന്നത്, റേഷ്യോ എന്ന് പറയുന്നത്. അതാണ് 2:1, 4:2 അങ്ങനെയൊക്കെ പറയാം. ഇനി എന്താണ്, തുല്യമായിട്ടുള്ള റേഷ്യോ ഉള്ള സംഭവങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അനുപാതം അല്ലെങ്കിൽ പ്രപ്പോർഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ റേഷ്യോ എന്ന് പറയുന്ന കമ്പാരിസൺ ആണ്, 2 അതിലധികം എന്താണ് വസ്തുതകൾ തമ്മിലുള്ള കമ്പാരിസൺ ആണെങ്കിൽ, അനുപാതം എന്ന് പറയുന്നത് തുല്യമായിട്ടുള്ള റേഷ്യോകൾ തമ്മിലുള്ള കമ്പാരിസണെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അനുപാതം അല്ലെങ്കിൽ പ്രപ്പോർഷണൽ എന്ന് പറയുന്നത്. നോർമൽ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ പറയുകയാണെന്നാണ്ട് അംശബന്ധം പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, A:B = C:D എന്ന് പറയണം. A:B = C:D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം നമ്മൾ നോക്കണം, A:B = C:D എന്ന് പറഞ്ഞാൽ 2 അംശബന്ധങ്ങൾ തുല്യമാണ്. 2 അംശബന്ധങ്ങൾ തുല്യമാണെങ്കിൽ A/B = C/D ആയിരിക്കും. A/B = C/D ആയിരിക്കും. അപ്പം 2 വസ്തുക്കൾ തമ്മിലുള്ള ഒരു അംശബന്ധം പറയാണ് A:B = C:D എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും എന്താണ്, അനുപാതത്തിലാണ്, ഒരേ അനുപാതത്തിൽ. ഇതൊരു അംശബന്ധം, ഇതൊരു അംശം. ഈ 2 അംശബന്ധങ്ങളും തുല്യമായതുകൊണ്ട് ഇത് എന്താണ്, അനുപാതത്തിൽ. അനുപാതം പ്രപ്പോർഷണൽ ആണെങ്കിൽ A/B = എന്തായിരിക്കും, C/D ആയിരിക്കും. അല്ലെങ്കിൽ നോക്കിയേ, AD =
ബി സി ആയിരിക്കും. എ ഡി ഈക്വൽ ബി സി ആയിരിക്കും. എ ഡി ഈക്വൽ ബി സി എന്നായിരിക്കും. അപ്പോൾ ഓർത്തിരിക്കുക, ഇത്രയും കാര്യങ്ങളാണ് അംശബന്ധം എന്താണെന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് അറിഞ്ഞിരിക്കേണ്ടത്. അംശബന്ധം അനുപാതം എന്താണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് PSC ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. PSCക്ക് ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് ഏറ്റവും കൂടുതൽ എല്ലാ എക്സാമ്പിളും അംശബന്ധം എന്നൊരു പോർഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അംശബന്ധത്തിൽ നിന്ന് കൂടുതൽ 90% ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. താണ്ടെ A:B = 5:2, B:C = 2:3. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് A:B:C കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു മെത്തേഡ് ഉണ്ട്. നമ്മൾ നോർമലായിട്ട് എല്ലാവരും പറയുമ്പോൾ ഗാ വരച്ച് ചെയ്യുക എന്നൊക്കെ പറയും. ഗാ വരച്ച് ചെയ്യുക എന്നൊക്കെ പറയും. ആ ഗാ വരച്ച് ചെയ്യാൻ അറിയാവുന്നവർക്ക് ഇച്ചിരിയും കൂടെ സിമ്പിളായിട്ട് ഞാൻ ഈ പറയുന്ന ടെക്നിക്ക് ഇച്ചിരിയും കൂടെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വേണ്ടുന്നത് A:B. അപ്പോൾ A:B 5:2, B:C 2:3 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് A:B:C എന്നാണ് മക്കളെ പറയുന്നത്. അപ്പോൾ A:B:C എന്ന് പറയുമ്പോൾ താഴെ നോക്കിക്കോണം, നമ്മളൊരു അറേഞ്ച്മെന്റ്. അപ്പോൾ ആദ്യമത്തെ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കാര്യം ചിന്തിച്ചോണം. ദാണ്ട് A:B = 5:2, B:C = 2:3. ഇതിനകത്ത് A:B ബിയിൽ എൻഡ് ചെയ്തിട്ട് അടുത്ത റേഷ്യോ സ്റ്റാർട്ട് ചെയ്യുന്ന ബിയിൽ തന്നെയാണെങ്കിലേ ഞാൻ ഈ പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ നോക്കുക, A:B = 5:2, ബിയിലാണ് എൻഡ് ചെയ്തത് അല്ലെ, ബിയിലാണ് എൻഡ് ചെയ്തത്. എന്നിട്ട് അടുത്ത റേഷ്യോ B:C എൻഡ് ചെയ്ത ബിയിൽ സ്റ്റാർട്ട് ചെയ്യാണ്. എൻഡ് ചെയ്ത ബിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഞാൻ ഈ പറയാൻ പോകുന്ന ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നോക്കുക, അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ട ഫസ്റ്റിന്റെ റേഷ്യോ 5:2 ആണ്. അപ്പൊ ഞാനിവിടെ 5:2 എന്ന് ഇവിടെ എഴുതണം. 5:2 ഇങ്ങോട്ട് എടുത്തെഴുതി. ഇനി അടുത്ത ചെയ്യേണ്ടതെന്ന് പറയാം, അടുത്ത B:C ആണ്. അപ്പൊ ബിന്റെ റേഷ്യോ 2 ആയിരുന്നു. അടുത്ത B:C, അടുത്ത ബിന്റെ റേഷ്യോ എത്ര 2 തന്നെയാണ്. അപ്പൊ നമ്മൾ അതിന്റെ താഴോട്ട് 2:3 ഈ രീതിയിലൊന്ന് അറേഞ്ച് ചെയ്യാൻ അറിയണം. മനസ്സിലായല്ലോ? അതാണ്ട് 5:2 എന്നിട്ട് അതിന് തൊട്ട് താഴെ തന്നെ നമ്മൾ പറയുന്ന അടുത്ത റേഷ്യോ ഏതാണോ അത് അങ്ങോട്ട് അറേഞ്ച് ചെയ്യണം. ഇനി ചെയ്യേണ്ട കാര്യം, ഇതിന്റെ സൈഡിലൂടെ ഇവിടെ ഒരു ബ്ലാങ്ക് കിടപ്പുണ്ട്, ഈ ഭാഗത്ത് ഒരു ബ്ലാങ്ക് കിടക്കും. ഈ രണ്ട് ഭാഗത്ത് നമ്മളൊരു ബോക്സ് ഒന്ന് വരച്ചേക്കുക. കണ്ടോ? രണ്ടിടത്ത് ബോക്സ് വരച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ബോക്സ് ഒന്ന് വരയ്ക്കുക. എന്നിട്ട് ചെയ്യേണ്ട കാര്യം, തന്നിരിക്കുന്ന ലൈനിലെ നിയറസ്റ്റ് നമ്പർ ഏതാണോ അതെടുത്തത്. ഇതാണ് 5:2. അതിന്റെ നിയറസ്റ്റ് ആയിട്ടുള്ള റേഷ്യോ ഈ ബോക്സ് ബ്ലാങ്ക് കിടക്കുന്ന ഇവിടാണ്. ആ ഭാഗത്തോട്ട് ആ 2 അങ്ങ് കൊടുക്കുക. ഇവിടെ നോക്കുക, ഇതാണ് ലൈൻ റേഷ്യോ 2:3. അവിടെ നിയറസ്റ്റ് ആയിട്ട് വരുന്ന ആരാ 2 ആണ്. അവിടെ 2 കൊടുക്കുക. ഓക്കെ ആണല്ലോ? എന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്യുക, റേഷ്യോ എടുത്ത് എഴുതുക. 5:2 10 2 2 4 2 3 6. അപ്പം 10:4:6 എന്ന് കിട്ടി. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം, സിംപ്ലിഫൈ. എത്ര കൊണ്ട് സിംപ്ലിഫൈ ചെയ്യാം? 2 കൊണ്ട്. 5 2s 10, 2 2s 4, 3 2s 6. അപ്പം റേഷ്യോ 5:2:3 എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ A:B:C എന്ന് പറഞ്ഞാൽ 5:2:3 ആണ്. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, എൻഡ് ചെയ്യുന്ന അതേ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ രീതിയിൽ അറേഞ്ച് ചെയ്യുക. 5:2, അതിന് തൊട്ട് താഴെ തന്നെ എന്ത് ചെയ്യുക, 2:3 കൂടെ അറേഞ്ച് ചെയ്യുക. എന്നിട്ട് രണ്ട് ബോക്സ് വരയ്ക്കുക. ബോക്സ് അല്ല, ബ്ലാങ്ക് ആയിട്ട് നമ്മൾ ബോക്സ് വരയ്ക്കുന്ന ബ്ലാങ്ക് കിടക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് നോക്കേണ്ട കാര്യം, ആ റേഷ്യോസിന്റെ നിയറസ്റ്റ് ആയിട്ട് ബോക്സ് വരച്ചെടുത്ത റേഷ്യോസ് ഉണ്ടല്ലോ 5:2. അല്ല, ഇവിടുന്ന് എഴുതരുത്. നിയറസ്റ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ 3 അല്ല എടുത്തത്, റേഷ്യോസിന്റെ. അപ്പൊ നമ്മൾ വരച്ച ബോക്സ് വരുന്ന റേഷ്യോസിന്റെ നിയറസ്റ്റ് ആയിട്ടുള്ളടത്ത് ഒരു ബോക്സ് വരെ 5:2. ഇപ്പൊ നിയറസ്റ്റ് ആയിട്ടുള്ള 2 ആണ്. 2 എടുത്ത് എഴുതി. ഇനി അടുത്ത 2:3 ബോക്സ് വരച്ചേക്കുന്നത് ഇവിടെ ആണ്, ബ്ലാങ്ക് വന്നേക്കുന്ന ഈ ഭാഗത്താണ്. അപ്പൊ അവിടെയാണ് നമ്മൾ, അപ്പോൾ അവിടുത്തെ റേഷ്യോസ് ഇവിടെയാണ്. അപ്പൊ അതിന്റെ നിയറസ്റ്റ് 2 ഇവിടെയാണ്. ആ 2 എടുത്ത് എഴുതും. മൾട്ടിപ്ലൈ ചെയ്തു 5:2. ഇനി താഴോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5:2 ഇങ്ങനെയല്ല മൾട്ടിപ്ലൈ ചെയ്യേണ്ട, താഴോട്ട് 5:2 10 2 4 2 3 6. സിംപ്ലിഫൈ ചെയ്യുന്നു 5:2:3. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം കഴിഞ്ഞു. ഇതേ കണക്കുള്ള പ്രോബ്ലം സ്വന്തമായിട്ട് തന്നെ റേഷ്യോസ് ഇട്ട് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിലെ ഓരോ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം നമ്മൾ 2 റേഷ്യോ വന്നിട്ട് 3 റേഷ്യോ A:B, B:C, B:C തന്നിട്ട് 3 റേഷ്യോ A:B:C കണ്ടുപിടിക്കാനാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത് A:B = 3:1, B:C = 2:3, C:D = 3:2. എന്നിട്ട് ചോദിക്കുന്നത് ഫൈൻഡ് A:B:C:D എത്രയാണെന്ന് ചോദിക്കുന്നത്. A:B:C:D എത്രയാണെന്ന് ചോദിക്കുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ മുമ്പേ ചെയ്ത അതേ ടെക്നിക്ക് തന്നെ നോക്കുക. ഓർത്തിരിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, A:B
എൻഡ് ചെയ്ത ബിയിൽ അടുത്ത സ്റ്റാർട്ട് ചെയ്യുന്നത് ബി ഈസ് ടു സി, ബിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബി ഈസ് ടു സി, എൻഡ് ചെയ്ത സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സി. അങ്ങനെയാണെങ്കിൽ മാത്രം ഈ ടെക്നിക്ക് ഉപയോഗിക്കുക. ഓർത്തിരിക്കണം, അങ്ങനെയാണെങ്കിൽ മാത്രമേ. ഇപ്പൊ സാധാരണ അങ്ങനെയാണ് മൊത്തം ചോദിക്കുന്നത്, അങ്ങനെയാണ്. അപ്പൊ നോക്കുക, എ ഈസ് ടു ബി ഈക്വൽ 3:1, ബി ഈസ് ടു സി ഈക്വൽ 2:3, സി ഈസ് ടു ഡി ഈക്വൽ 3:1. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ഈസ് ടു ബി ഈസ് ടു സി ഈസ് ടു ഡി ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞോണക്ക് തന്നെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം എ ഈസ് ടു ബിയുടെ റേഷ്യോ എടുത്ത് എഴുതണം. എത്രയാ? 3:1. അടുത്ത് എടുത്ത് എഴുതേണ്ടത് ബി ഈസ് ടു സിയുടെ. അപ്പോൾ ഓർത്തിരിക്കുക, എൻഡ് ചെയ്യുന്നത് ബി എൻഡ് ചെയ്യുന്നത് 1-ലാണ്. അപ്പം ബി സ്റ്റാർട്ട് ചെയ്യുന്നത് 2. ഇതാണ്ട് നോക്കുക, ബി ഈസ് ടു സി. അപ്പോൾ അത് എടുത്ത് എഴുതേണ്ട ഇങ്ങനെ കണ്ടോ, 2:3 കണ്ടല്ലോ. ഇനി അടുത്തത് ബി ഈസ് ടു സി 2:3, സി ഈസ് ടു ഡി 3:2. അടുത്തതാണ്ട ഇവിടെ 3:2 കണ്ടോ. അപ്പൊ ഈ രീതിയിലാണ്ടോ 3:1. ആ എൻഡ് ചെയ്യുന്നിടത്ത് അടുത്ത റേഷ്യോ സ്റ്റാർട്ട് ചെയ്യണം, അടുത്തടുത്ത് എൻഡ് ചെയ്യുന്നിടത്ത് അടുത്ത റേഷ്യോ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബോക്സ് വരയ്ക്കണം. നേരത്തെ പറഞ്ഞത് താണ്ടി ഇവിടെ ഒരു ബോക്സ്, താണ്ടി ഇതിന്റെ നേർക്കൊരു ബോക്സ്, അത് ഇങ്ങടെ പോണ്ടല്ലോ. ഇവിടെ ഒരു ബോക്സ് വേണമല്ലോ, ഇവിടെയും താഴെ നമ്പർ താഴെ ഒരെണ്ണം വേണമല്ലോ. അതുകൊണ്ട് ഇവിടെ ഒരെണ്ണം ബ്ലാങ്ക് ഉണ്ടല്ലോ, ഇവിടെ ഒരെണ്ണം ബ്ലാങ്ക് ഉണ്ട്. അങ്ങനെ എല്ലായിടത്തും നമ്മൾ ബോക്സ് വരച്ചു കണ്ടോ. അപ്പൊ നാടെ നോക്കുക, അവിടെ ശ്രദ്ധിക്കുക. ഇപ്പൊ 3:1 വന്നപ്പം ഇവിടുന്ന് താഴോട്ട് റോ നമ്പർ വന്നേക്കുന്നുണ്ട്, ഒരു ബോക്സ് കൂടെ വേണം അതിന് നേർക്ക്. ഇവിടെ 3:1 വന്ന് ഇതാണ്ട് ഇവിടെ 2 ഉണ്ട്, ഇവിടെ ഉണ്ട് വേണം ഒരു ബോക്സ്. അപ്പം ബ്ലാങ്ക് ആയിട്ട് 2 പോർഷൻ ഉണ്ട്, ആ 2 പോർഷനിലും ബോക്സ് വരച്ചു. അടുത്തത് 2:3 വന്നപ്പോൾ ഈ 3ന്റെ നേർക്ക് ഒരു ബോക്സ് വേണം, അവിടെ ഒരു ബോക്സ് വരച്ചു. 2:3 വന്നപ്പോൾ ഇവിടെ 2 വന്നിട്ടുണ്ട്, അപ്പോൾ അതിന് നേർക്ക് ഒരു നമ്പർ വേണം, അവിടെ ഒരു ബോക്സ് വരച്ചു. അടുത്ത് 1:1 ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ അവിടെ 3ന്റെ നേർക്ക് 2 ബോക്സ് ബ്ലാങ്ക് ആയിട്ട് വരയ്ക്കണം. അപ്പൊ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന പോർഷനിൽ നമ്മൾ എന്ത് വരയ്ക്കുക? ബോക്സ് വരയ്ക്കുക. ഇനി ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ നിയറസ്റ്റ് റേഷ്യോന്റെ നിയറസ്റ്റ് നമ്പർ എത്ര? നിയറസ്റ്റ് നമ്പർ 1 ആണ്. അപ്പൊ ഇവിടെ 1 വരച്ച് ഇവിടെ എത്ര തന്നെ ആയിരിക്കും? 1 തന്നെ ആയിരിക്കും കണ്ടോ. നിയറസ്റ്റ് 1. അപ്പൊ ഈ ബോക്സിന് നിയറസ്റ്റ് 1 ആണ്. അപ്പൊ അടുത്തടുത്ത് എത്ര തന്നെ? 2 ബോക്സ് അടുത്തടുത്ത് വരുവാണെങ്കിൽ ആ സെയിം നിയറസ്റ്റ് നമ്പർ തന്നെ എഴുതാമെന്ന് ഓർത്തിരുതാം. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ 1 വന്നേക്കുന്നുണ്ട്, അടുത്തടുത്ത് നിയറസ്റ്റ് എത്ര തന്നെ ആയിരിക്കും? 1. അടുത്ത നോക്കി 2:3 നിയറസ്റ്റ് ആരാണ്? ഇതാണ് റേഷ്യോന്റെ നിയറസ്റ്റ് ആണ് 3 കണ്ടോ. അപ്പൊ 3 എടുത്ത് ഇങ്ങോട്ട് എടുത്താണ്ട് ഇവിടെ നോക്കുക, റേഷ്യോന്റെ നിയറസ്റ്റ് ആരാണ്? 2 കണ്ടോ. ഇനി അടുത്തത് 3, ബാക്കിലോട്ട് എത്ര തന്നെ? 3. അല്ലാതെ ഇവിടെ നിന്ന് എടുത്തെഴുതല്ലേ, റേഷ്യോസിന്റെ സെയിമിൽ നിന്നുള്ളതാണ് എടുത്തെഴുതേണ്ടത്. അപ്പൊ എടുത്തെഴുതി ഇനി നമ്മൾ താഴോട്ട് ബോക്സ് വരയ്ക്കുന്നു കണ്ടോ. ഇനി നോക്കിയാൽ 2 3 6, 6 3 18 തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുന്നു. 1 2 2, 2 3 6 അല്ലേ. 1 3 3, 3 9 അല്ലേ. അടുത്തത് 2 3 6, 1 3 3, 2 3 6. അപ്പൊ നമുക്ക് കിട്ടി 18:6:9:6 എന്ന് കിട്ടി. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കണം. എത്ര കൊണ്ട് സിംപ്ലിഫൈ ചെയ്യാൻ നോക്കി, എത്ര കൊണ്ട് സിംപ്ലിഫൈ ചെയ്യാം? ഇപ്പൊ ഇത് റേഷ്യോ ആണ്, 18:6:9:6 റേഷ്യോ ആണ്. ഇനി നമ്മൾ റേഷ്യോ എന്ന് പറയുന്നത് സിംപ്ലസ്റ്റ് ഫോം ആണ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ PSC ഉത്തരശൂന്യം ഇതിൻ്റെ അകത്ത് ഇത് ആൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എടുത്ത് എഴുതിയാൽ മതി. ഇനി അല്ലെങ്കിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കണം. നോക്കുക, ഇതിൻ്റെ അകത്ത് വരുന്ന ഈ 4 നമ്പറിൻ്റെ അകത്തും വരുന്ന കോമൺ ഫാക്ടർ ഏതുണ്ടെന്ന് നോക്കണം. ഏതുണ്ട്? നാടെ നോക്കിയേ, നോക്കുക എത്ര ഉണ്ട്? എല്ലായിടത്തും 3ന്റെ ഫാക്ടറല്ലേ വന്നേക്കുന്നേ അല്ലേ. 3ന്റെ ഫാക്ടറാണ്. നോക്കുക, 6 3 18 6, 2 3 6, 3 9, 2 3 6. അപ്പൊ നമുക്ക് കിട്ടി 6 3 വെച്ചാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്തേക്കുന്നത്. 6 3 18, 2 3 6, 3 9, 2 3 6. അപ്പൊ സിംപ്ലിഫൈ ചെയ്ത് കിട്ടി നമുക്ക് A:B:C:D ഈക്വൽ എത്രയാ? 6:2:3:2. ഓക്കെ. അപ്പോൾ ഓർത്തിരിക്കുക, എൻഡ് ചെയ്യുന്നിടത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വരയ്ക്കുന്നു, എന്നിട്ട് ബ്ലാങ്ക് കിടക്കുന്നിടത്ത് ബോക്സ് വരയ്ക്കുന്നു, നിയറസ്റ്റ് റേഷ്യോസ് എടുത്ത് എഴുതുന്നു. നിയറസ്റ്റ് റേഷ്യോസ് ഇങ്ങനെ പോണേ, ലൈനായിട്ടാണ് പോണേ കണ്ടോ, ഇങ്ങനെ പോണത്. ഇനി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന താഴോട്ട് ഇങ്ങനെ താഴോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഓരോന്നും എഴുതുന്നു. അപ്പം 6:2:3:2 സിമ്പിളായിട്ട് ആൻസർ അല്ലേ. അപ്പോൾ 2 എണ്ണം ആയാലും ഇപ്പം 2 റേഷ്യോ വന്നിട്ട് ഇപ്പം 3 റേഷ്യോ തന്നിട്ടുള്ളതിനെ നമ്മൾ ചെയ്യും. ഇനി 4 ആയാലും ഇതേ കണക്കന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. 5 ആയാലും ഇതേ കണക്കന്നെ എന്ത് ചെയ്യുക? ബോക്സ് വരയ്ക്കുക, നിയറസ്റ്റ് ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്യുക, ബോക്സ് വരയ്ക്കുക, കണ്ടിന്യൂ ചെയ്ത് അങ്ങോട്ട് അങ്ങ് പോകും. ഇത്രയും കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പോർഷൻ ആവും. അപ്പോൾ അതിന് കഴിഞ്ഞിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അപ്പോൾ 2 വന്നാലും 3 വന്നാലും 4 വന്നാലും 5 വന്നാലും ഇതേ രീതി തന്നെ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. ഓക്കെ ആണല്ലോ. അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്, നോക്കിയോണം. x:y = 4:3, y:z = 5:1. Then find x:z. Find x:z എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നോക്കുക, നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനകത്ത് y:z ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഇവിടെ നോക്കിയേ, ഇതാണ്ട് റേഷ്യോന്റെ ഫസ്റ്റ് തന്നേക്കുന്നതിൻ്റെ അകത്ത് ഫസ്റ്റും
തന്നേക്കുന്നതിൻ്റെ അകത്ത് ലാസ്റ്റുമാണ് പറഞ്ഞേക്കുന്നത്. കണ്ടല്ലോ, റേഷ്യോസ് 2 സെറ്റ് റേഷ്യോസ് ആണ് നിൽക്കുന്നത്. x/y = 4:3, y/z = 5:1. 2 സെറ്റിൻ്റെ അകത്ത് നിന്ന് ആ 2 സെറ്റിൽ ഒന്നാമത്തെ സെറ്റിൻ്റെ ഫസ്റ്റ് കിടക്കുന്നതും രണ്ടാമത്തെ കിടക്കുന്ന സെറ്റിൻ്റെ ലാസ്റ്റ് കിടക്കുന്നതുമായിട്ടുള്ളതിൻ്റെ റേഷ്യോസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ എന്താണ്, ഇപ്പോൾ 2 സെറ്റ് അല്ലെങ്കിൽ 2 3 എത്ര ആയാലും നമ്മൾ ചെയ്യുന്നുണ്ട്, അത് 3 വെച്ചുള്ള ചെയ്യുന്നുണ്ട്, ഇതേ രീതി തന്നെയാണ്. അപ്പോൾ 2 ആയാലും 3 ആയാലും എല്ലാം ഇത് തന്നെ. അപ്പോൾ എന്താണ്, ഫസ്റ്റും തരുന്നു ലാസ്റ്റും കണ്ടുപിടിക്കും. തന്നേക്കുന്ന സെറ്റിലെ ലാസ്റ്റിൻ്റെ റേഷ്യോസ് ആണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇതാണ്ട് ആ റേഷ്യോസ് x/y ൻ്റെ റേഷ്യോ 4:3, x/y 4:3, y/z ൻ്റെ റേഷ്യോ 5:1. ഇതങ്ങോട്ട് എഴുതുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. I4 20, 1 3 3. ഇതാണ് റേഷ്യോ. x/z റേഷ്യോ ഇതാണ് 20:3. ഇതും ചോദിക്കുന്നതാണ്. ഇത് കൂടുതലും ഡിഗ്രി ലെവലാണ് ചോദിക്കുന്നത്. PSC LDC എല്ലാം ചോദിക്കാറുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, x/y = 4:3, y/z = 5:1 എന്നാണെങ്കിൽ x/z. അപ്പോൾ ഓർത്തിരിക്കുക, ഫസ്റ്റ് സെറ്റ് ഓഫ് റേഷ്യോസിൻ്റെ ഫസ്റ്റും ലാസ്റ്റ് വരുന്ന സെറ്റ് ഓഫ് റേഷ്യോസിൻ്റെ ലാസ്റ്റും തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കുന്നത് ഞാൻ പറയുന്നെങ്കിൽ റേഷ്യോസ് അങ്ങോട്ട് നേരത്തെ എഴുതുക. 4 ഫസ്റ്റിൻ്റെ റേഷ്യോ 4, സെക്കൻഡ് റേഷ്യോ 5:1, രണ്ടും കൂടെ അങ്ങോട്ട് നേരത്തെ എഴുതിയിട്ട് എന്ത് ചെയ്യുക, 5 × 4 20, 1 × 3 3. അപ്പോൾ x/z എന്തായിരിക്കും, 20:3 ആയിരിക്കും. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റത്തില്ല, 3 കൊണ്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് x/z എന്താണ്, 20:3. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ സെറ്റ്. ഓക്കെ, അടുത്ത കണക്കിലേക്ക് പോവാം. അപ്പോൾ നേരത്തെ ചെയ്ത കണക്കിൻ്റെ അതേ കണക്ക് തന്നെയുള്ള 3 സെറ്റ്, നമ്മൾ 2 സെറ്റ് വരുന്നതിന് ഒരുപാട് ചെയ്തു. 3 സെറ്റ്. A/B = 4:1, B/C = 5:3, C/D = 1:4. അങ്ങനെയാണെങ്കിൽ ദെൻ ഫൈൻഡ് A/D. A/D ഇപ്പോൾ നോക്കുക, നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് ശ്രദ്ധിച്ചേ. തന്നിരിക്കുന്ന സെറ്റ് 3 സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ആ 3 സെറ്റിലെ ഫസ്റ്റ് സെറ്റിൻ്റെ ആദ്യത്തേതാണ് A. നോക്കിയേ, ലാസ്റ്റ് സെറ്റ് CD ആണ്, C/D ആണ്. അതിൻ്റെ C/Dയിലെ ലാസ്റ്റ് സെറ്റിലെ ലാസ്റ്റ് അല്ലേ D, അത് തമ്മിലുള്ള റേഷ്യോ ഇല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ മക്കളെ ചെയ്യുക. എന്താണ്, അപ്പോൾ നോക്കുക, 3 സെറ്റ് തന്നിട്ടുണ്ട്. ആ 3 സെറ്റിൻ്റെ റേഷ്യോൻ്റെ ഫസ്റ്റ് സെറ്റിൻ്റെ ഫസ്റ്റും ലാസ്റ്റ് സെറ്റിൻ്റെ ലാസ്റ്റും റേഷ്യോ ആണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ, ഫസ്റ്റ് സെറ്റിൻ്റെ ഫസ്റ്റും ലാസ്റ്റ് സെറ്റിൻ്റെ ലാസ്റ്റും ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യുക അതേ കണക്കിന് റേഷ്യോ നേരത്തെ എഴുതിയ കണക്ക് 4:1, 5:3, 1:4 അറേഞ്ച് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതാണ്ടേ നോക്കിയാൽ അതിന് മുമ്പ് തന്നെ ഈ സൈഡ് സിംപ്ലിഫൈ ചെയ്യാൻ വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. ഇതാണ്ടേ ഇത് ഇതൂടെ വെട്ടിക്കളഞ്ഞുകൂടാതെ നോക്കുക. ഒരേ ലെവൽ നമ്പർ വരുന്ന ഈ സൈഡിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഒരേ ലെവൽ നമ്പർ നോക്കിയാൽ 4 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. ഈ 4ഉം ഈ 4ഉം വെട്ടിക്കളയാം. മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യാം. നോക്കുക, അപ്പം വെട്ടിക്കളഞ്ഞാൽ 2 വെട്ടിക്കളഞ്ഞു, 1 5 5, 1 3 3. റേഷ്യോ നമുക്ക് കിട്ടി A/D = 5:3. പറഞ്ഞ മനസ്സിലായല്ലോ. സംഭവം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. സെറ്റ് എത്ര സെറ്റിന് തന്നാലും, എത്ര 5 6 7 എത്ര ആയിക്കോട്ടെ, എത്ര സെറ്റ് തന്നാലും ആ സെറ്റിലെ ഫസ്റ്റ് സെറ്റിലെ ഫസ്റ്റും ലാസ്റ്റ് സെറ്റിലെ ലാസ്റ്റും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിക്കുന്നതെങ്കിൽ ആ റേഷ്യോസ് അല്ല ഇതേ കണക്ക് അങ്ങ് നേരത്തെ അങ്ങ് എഴുതുക. എഴുതിയതിന് ശേഷം അതെന്ത് ചെയ്യുക, ഇങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാൻ തന്നെ 5 × 2 5 × 4 20, 20 × 1 20 എന്ന് പറഞ്ഞ് ഇവിടെ എഴുതി. എന്താണ് 1 × 3 3, 3 × 4 12 എന്നും പറഞ്ഞ് എഴുതിയിട്ട് ലാസ്റ്റ് കൊണ്ടുവന്ന് വേണമെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അതിനേക്കാൾ ഇച്ചിരി കൂടെ എളുപ്പം വഴി എന്ന് പറയുമ്പോൾ നോക്കണം, ഇപ്പുറത്ത് വരുന്ന സെറ്റിൽ ഈ വരുന്ന സെറ്റിലും കോമൺ ആയിട്ട് ഏതെങ്കിലും നമ്പർ ഉണ്ടോ എന്ന് നോക്കണം. അവന്മാരെ രണ്ടും എന്ത് ചെയ്ത് അങ്ങ് കളയണം, വെട്ടിയും കളയണം. പിന്നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അങ്ങ് എഴുതണം. അപ്പോൾ A/D, അപ്പോൾ നമുക്ക് കിട്ടി A/D = 5:3. ഇപ്പോൾ ഓർത്തിരിക്കുക, ഇതങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ വെട്ടിക്രിയ ചെയ്തു അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്തു, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. യഥാർത്ഥത്തിൽ നമ്മൾ നോർമൽ ചെയ്യേണ്ടത് ഇത് ഇങ്ങോട്ട് ഗുണിച്ചെഴുതുക, ഇത് ഇങ്ങോട്ട് ഗുണിച്ചെഴുതുക. വെട്ടിക്രിയ ചെയ്യാനുണ്ടെങ്കിൽ മാത്രം, ഈ സൈഡിലുള്ള ഏതെങ്കിലും നമ്പർ ഇപ്പുറത്തുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, വെട്ടിക്കളഞ്ഞിട്ട് സിമ്പിളായിട്ട് ചെയ്യുക. അപ്പം ആ കണക്കും ഇതാണ് ഇതിനായിട്ടുള്ളത്. പോർത്തിരിക്കാനുള്ള സെറ്റ് ആകുമ്പം ലാസ്റ്റും ഫസ്റ്റിൽ നിന്ന് ഫസ്റ്റും ലാസ്റ്റിൽ നിന്ന് ലാസ്റ്റും ആണ് റേഷ്യോ ചോദിക്കുന്നതെങ്കിൽ ആ റേഷ്യോസ് എല്ലാം അടുക്കി അങ്ങ് എഴുതുക. എഴുതിയതിനു ശേഷം എന്ത് ചെയ്യുക, അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസറിലേക്ക് എത്തിച്ചേരുക. ഓക്കെ ആണല്ലോ. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത കണക്കിലേക്ക് പോകാം. ഓക്കെ, ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, PSC ഇഷ്ടംപോലെ വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. 3A = 4B = 5C എന്ന് പറഞ്ഞാൽ ഓരോ വേരിയബിൾസിൻ്റെ കൂടെ ഓരോ കോഫിഷ്യൻ്റ് കൊടുത്തേക്കുന്നു, അത് ഈക്വൽ ആണെന്ന് പറഞ്ഞേക്കുന്നു.
അങ്ങനെയാണെങ്കിൽ ആ തന്നിരിക്കുന്ന വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻ്റ് കൊടുത്തിട്ടുണ്ട്, ആ വേരിയബിൾസിൻ്റെ റേഷ്യോ ഫൈൻഡ് A:B:C എന്നാണ് പറഞ്ഞേക്കുന്നത്. ഫൈൻഡ് A:B:C. അപ്പം നമുക്ക് ആദ്യം എ ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്റെ റേഷ്യോ എത്രയാണ് നോക്കണം. എന്റെ റേഷ്യോ എന്ന് പറയുന്നത് പറയാൻ ശ്രദ്ധിക്കണം. എയുടെ റേഷ്യോ കണ്ടുപിടിക്കാൻ പറയുമ്പം എ അവിടെ ഇടുക, എ അങ്ങ് വിട്ടേക്കുക. ബാക്കി ബി ഉണ്ടല്ലോ, ബിയും സിയുടെയും കോഎഫിഷ്യന്റ് തമ്മിൽ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബിന്റെ കൂടെയുള്ള മൾട്ടിപ്പിൾസ് ഏതാണോ അതും സിന്റെ കൂടെയുള്ള മൾട്ടിപ്പിൾസ് ഏതാണോ അത് തമ്മിൽ ഗുണിക്കുക. 4 into 5. അപ്പം 4 into 5 20. അപ്പോൾ എന്റെ കിട്ടി. ഇനി ബിന്റെ കണ്ടുപിടിക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് ആരെയും ഒഴിവാക്കുക, ബിയെ ഒഴിവാക്കുക. എന്നിട്ട് ബി ഒഴിവാക്കിയിട്ട് എന്റെ കൂടെയും സിന്റെ കൂടെയുള്ള മൾട്ടിപ്പിൾസ്, അതായത് കോഎഫിഷ്യന്റ് ഏതാണെന്ന് വെച്ചാൽ അത് ഗുണിക്കുക. അപ്പോൾ എന്റെ കൂടെയുള്ള കോഎഫിഷ്യന്റ് ഏതാ? 3 into 5 is equal to 50. ഇനി അടുത്ത് നമുക്ക് സിന്റെ ആണ് വേണ്ടത്. C is equal to, അപ്പൊ നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ്, സിനെ അങ്ങ് ഒഴിവാക്കുക. സി വന്നേക്കുന്ന അതങ്ങ് ഒഴിവാക്കുക. ബാക്കിയുള്ളത് ബിയും എയും ആണ്. അവയുടെ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ അവയുടെ കൂടെ വന്നേക്കുന്ന മൾട്ടിപ്പിൾസ് ഗുണിതം ഏതാണെന്ന് വെച്ചാൽ അത് ഗുണിക്കുക. 3 into 4 is equal to 12. ഇനി റേഷ്യോ എന്ന് പറയുന്നത്, അപ്പം ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കണം. ഏതെങ്കിലും നമ്പർ കൊണ്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കണം. സിംപ്ലിഫൈ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം റേഷ്യോ A:B:C = 20:15:12 എന്ന് കിട്ടും. അപ്പം ഇതാണ് റേഷ്യോ. അപ്പോൾ ഓർത്തിരിക്കുക, ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്തിനെയും ഒഴിവാക്കുക. ആദ്യം 3A:4B = 5C എന്ന് ചോദിച്ചിട്ട് ഫൈൻഡ് ABC എന്ന് പറയുകയാണെങ്കിൽ എഴുതേണ്ട വേരിയബിൾസിന്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ എ കണ്ടുപിടിക്കാൻ വേണ്ടി എ അങ്ങ് ഒഴിവാക്കുക. ബിന്റെയും സിന്റെയും കൂടെ വന്നേക്കുന്ന ഗുണിതങ്ങൾ തമ്മിൽ ഗുണിക്കുക. ബിന്റെ കണ്ടുപിടിക്കാൻ പറയുമ്പം ആ ബി അങ്ങ് ഒഴിവാക്കുക, എന്റെയും സിന്റെയും കൂടെ വന്നേക്കുന്നത് മൾട്ടിപ്ലൈ ചെയ്യുക. സീന്റെ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ സീനെ അങ്ങ് ഒഴിവാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ബിന്റെയും എന്റെയും കൂടെ വന്നേക്കുന്നത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 20:15:12 ഇതാണ് റേഷ്യോ. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഇത് കണ്ടുപിടിക്കാനും പറ്റും. ഇനി ഇതാണ്ട് ഇതിൽ നിന്ന് തന്നെ വേറൊരു, ഇപ്പം ഇൻറ്റു അല്ലേ വന്നേക്കുന്നത്. ഇപ്പം ഇങ്ങനെ വരിക, A/3 = B/4 = 5/C എന്ന് വരികയാണ്. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ A:B:C കണ്ടുപിടിക്കാൻ നമ്മളോട് പറയാം. അപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾസ് ആണ് വന്നേക്കുന്നത്, ഇവിടെ ഡിവിഷൻ വന്നേക്കുന്നത്. A/3 B/4 ഇവിടെ C/5 എന്നാണ്. C/5 ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ, അങ്ങനെയാണ് തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും A:B:C കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. അവിടെ ശ്രദ്ധിക്കുക, ഡിനോമിനേറ്റർ ഉണ്ടല്ലോ തന്നിട്ടുള്ളതിൻ്റെ അത് ഡിനോമിനേറ്റർ, ആ ഡിനോമിനേറ്റർ തന്നെ അങ്ങ് റേഷ്യോ ആയിട്ട് എഴുതിയാൽ 3:4:5. ഇത്രയും കാര്യമുള്ളൂ. അപ്പോൾ വേരിയബിൾസിനെ മൾട്ടിപ്പിൾസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ ഒഴിവാക്കുക. ബാക്കിയുള്ള രണ്ടെണ്ണത്തിൻ്റെയും എന്താണ് കോഎഫിഷ്യൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ റേഷ്യോ ഉണ്ട്. ഇനി ഡിവിഷൻ ചെയ്യുക, വേരിയബിൾസിനെ ഡിവിഷൻ ചെയ്തിട്ടാണ് പറയുന്നതെങ്കിൽ ആ ഡിവിഷൻ ചെയ്യുന്ന നമ്പേഴ്സ് ആണ്. ഇപ്പോൾ A:B:C അല്ലേ ചോദിക്കുന്നത്. അപ്പം 3:4:5 ഇത്രയായിട്ട് നമുക്ക് കിട്ടും. പോകാം A/3 B/4 C/5. 5/C അല്ല, C/5 ആണ്. വേരിയബിൾസിനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. C/5. അപ്പോൾ A:B:C ഈക്വൽ എത്ര ആയിരിക്കും? 3:4:5. എന്തുമാത്രം എടുത്താൽ മതി? ഡിനോമിനേറ്റർ അങ്ങ് എടുത്തെഴുതിയാൽ മതി, വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല. അപ്പോൾ ഇത്രയും പോർഷനാണ് ഇതിനകത്തുള്ളത്. ഇത്രയും റേഷ്യോസിൻ്റെ അകത്തിന് ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതാണുള്ളത്. ഇനിയും റേഷ്യോസിൻ്റെ അകത്ത് ബന്ധപ്പെട്ട ഒരുപാട് കണക്കുകൾ നമ്മൾ ഇനി പല ഘട്ടങ്ങളായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. അടുത്തടുത്തുള്ള വീഡിയോകളിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ്സുകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ റെഡി ടു വിൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ ലഭിക്കുവാനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.